ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സീരീസിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ പറ്റിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇൻറ്റഗ്രൽ ടെസ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ നോക്കി. ദെൻ മൂന്നാമത് വരുന്ന ടെസ്റ്റാണ് ദ റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, ലെറ്റ് സമ്മേഷൻ എ ആൻഡ് ബി എൻ ഇൻഫൈനൈറ്റ് സീരീസ് ആൻഡ് സപ്പോസ് ദാറ്റ് ലിമിറ്റ് n tending to infinity mod an plus 1 by an equal to r. Then first one, the series converges if r less than 1 and the series diverges if r greater than 1 or equal to infinity. The test is inconclusive if r equal to 1. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത്, നമ്മളുടെ കയ്യിൽ ഒരു സീരീസ് ഉണ്ട്, സമ്മേഷൻ എ ആയിട്ട് നമ്മൾ സീരീസ് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അതിൽ ലിമിറ്റ് n tending to infinity an plus 1 by an equal to r വരുന്നത്. അപ്പോൾ എന്താണ് an, എന്താണ് an plus 1? എ എന്ന് പറഞ്ഞാൽ ആ സീരീസിൻ്റെ nth ടേം ആണ്. an plus 1 ആണ് എന്താണ് n plus 1th ടേം. അപ്പോൾ n plus 1th ടേം നമ്മൾ nth ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ മോഡുലസ് എടുക്കുക, പോസിറ്റീവ് വാല്യൂ എടുക്കുക, എന്നിട്ട് അതിൽ ലിമിറ്റ് കൊടുക്കും, നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ആ പെർട്ടിക്കുലർ വാല്യൂ എന്താണ്, ലെസ് ദാൻ 1 ആണ് എങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും, അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി എടുക്കുന്നതും ഡൈവേർജ് ആയിരിക്കും. ഈക്വൽ ടു 1 വരികയാണെങ്കിൽ എന്താണ്, ആ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ r ഈക്വൽ ടു 1 എന്ന ഇൻകൺക്ലൂസീവ് ആണ്. അപ്പോൾ നമ്മൾ ബാക്കി ഏതെങ്കിലും ടെസ്റ്റ് യൂസ് ചെയ്യുക, കമ്പാരിസൺ ടെസ്റ്റോ ഇൻറ്റഗ്രൽ ടെസ്റ്റോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റും കൊണ്ട് പറയുകയാണെങ്കിൽ ആ ടെസ്റ്റ് വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടെസ്റ്റ് വെച്ചിട്ട് ആ സീരീസിൻ്റെ കൺവേർജൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഒരു റിമാർക്ക് വരികയാണ്, ഇഫ് വെൻ r ഈക്വൽ ടു 1 ദ എബൌട്ട് ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് ആൻഡ് ദ സീരീസ് മേ ബി കൺവേർജ് ഓർ ഡൈവേർജ്. അപ്പോൾ ഇൻകൺക്ലൂസീവ് ആണ് എന്താണ്, ചിലപ്പം കൺവേർജ് ചെയ്യാം അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, that is, consider the series 1 plus 1 by 2 plus 1 by 3 plus 1 by 4 plus etc. plus 1 by n plus etc. and 1 plus 1 by 2 square plus 1 by 3 square plus 1 by 4 square plus etc. plus 1 by n square etc. The first എന്താണ്, ഒരു പി സീരീസ് ആണ് വിത്ത് പി ഈക്വൽ ടു 1 ആണ്, വിച്ച് ഈസ് ഡൈവേർജൻറ്റ്. കാരണം എന്താണ്, പി ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മുടെ സീരീസ് പി സീരീസിൽ ഡൈവേർജൻ്റ് ആണ്. സെക്കൻഡ് സീരീസ് എന്താണ്, ഒരു പി സീരീസ് ആണ് വിത്ത് പി ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്, ഈസ് കൺവേർജൻറ്റ്. ഹൗ ഓവർ ഇൻ ബോത്ത് വി ഹാവ് ഫസ്റ്റ് സീരീസിൻ്റെ R1 ആയിട്ട് നമ്മൾ R1 എന്ന് എടുത്തു, ആ പെർട്ടിക്കുലർ വാല്യൂ an plus 1 by an നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ R1 എന്ന് എടുത്തു. രണ്ട് സീരീസും ഒപ്പം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് R1 എടുക്കാൻ കാരണം. ഓക്കെ, ലിമിറ്റ് n tending to infinity an plus 1 by an എന്ത് വരും, ഫസ്റ്റ് സീരീസിലെ an എന്താണ് 1 by n ആണ്. അപ്പോൾ an plus 1 എന്ത് വരും, 1 by n plus 1. ദാറ്റ് ഈസ് 1 by n plus 1 by 1 by n എന്തായിട്ട് വരും, n by n plus 1. നമ്മൾ നേരത്തെ എന്ത് ചെയ്യുക, ലിമിറ്റ് n tending to infinity 1 by n ഈക്വൽ ടു 0 എന്ന റിസൾട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിൽ നിന്ന് n കോമൺ ആയിട്ട് എടുത്തു, ഡിനോമിനേറ്ററിൽ നിന്ന് n കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എന്ത് വരും, ലിമിറ്റ് n tending to infinity 1 by 1 plus 1 by n വരും, ദാറ്റ്സ് ഈക്വൽ ടു 1 എന്നു. അപ്പോൾ ഫസ്റ്റ് സീരീസിൽ r എന്താണ്, ഈക്വൽ ടു 1. അപ്പോൾ റേഷ്യോ ടെസ്റ്റിൽ r ഈക്വൽ ടു 1 ആണ്, ആ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണ്. പക്ഷേ നമ്മൾ പി സീരീസിൻ്റെ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, പി ഈക്വൽ ടു 1 ആയതുകൊണ്ട് ആ സീരീസ് ഡൈവേർജൻറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സീരീസിൽ r ഈക്വൽ ടു 1 കിട്ടിയെന്ന് കരുതിയിട്ട് അത് ഇൻകൺക്ലൂസീവ് ആണ്, പക്ഷേ റേഷ്യോ ടെസ്റ്റ് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ വേറെ ടെസ്റ്റ് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ R2 സെക്കൻഡ് സീരീസിൽ എന്താ വരിക, ലിമിറ്റ് n tending to infinity an plus 1 by an എന്ത് വരും, ലിമിറ്റ് n tending to infinity n square by n plus 1 ദി സ്ക്വയർ വരും. നേരത്തെ നമ്മൾ n പുറത്തെടുത്ത പോലെ ഇവിടെ n സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുന്നു. ദെൻ വി ഗെറ്റ് ലിമിറ്റ് n tending to infinity 1 by 1 plus 1 by n സ്ക്വയർ അതെന്ത് വരും, ഈക്വൽ ടു 1 വരും. ഇവിടെ എന്താണ്, ലിമിറ്റ് n tending to infinity an plus 1 by an ഈക്വൽ ടു 1 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് r ഈക്വൽ ടു 1 എന്താണ്, ഇൻകൺക്ലൂസീവ് ആണ്. പക്ഷേ ആ സീരീസ് നോക്കുക, എന്താണ്, ഒരു പി സീരീസ് വിത്ത് r p ഈക്വൽ ടു 2 ആയതുകൊണ്ട് ആ സീരീസ് എന്താണ്, കൺവേർജൻ്റ് ആണ്. ഹെൻസ് വെൻ r ഈക്വൽ ടു 1 ദ കൺവേർജൻസ് ഓഫ് ദ സീരീസ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ റേഷ്യോ ടെസ്റ്റ്. അപ്പോൾ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് r ഈക്വൽ ടു 1 ആകുമ്പോൾ അതിൻ്റെ കൺവേർജൻസ് നമുക്ക് പറയാൻ പറ്റൂല. ദ നെക്സ്റ്റ് റിമാർക്ക്, ദ റേഷ്യോ ടെസ്റ്റ് ഈസ് ഓഫ്റ്റൻ എഫക്റ്റീവ് വെൻ ദ ടേംസ് ഓഫ് ദ സീരീസ് കണ്ടെയ്നിങ് ഫാക്ടോറിയൽസ് ഓർ എക്സ്പ്രഷൻ ഇൻവോൾവിങ് n ഓർ എക്സ്പ്രഷൻസ് റേസ്ഡ് ടു ദി nth പവർ. അപ്പോൾ ഫാക്ടോറിയൽസ് ആയിട്ട് വരും, അല്ലെങ്കിൽ എന്നിൻ്റെ പവേഴ്സ് ആയിട്ടൊക്കെ സീരീസ് വരികയാണെങ്കിൽ നമുക്ക് റേഷ്യോ ടെസ്റ്റ് വളരെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് റേഷ്യോ ടെസ്റ്റ്. ഓക്കെ, എക്സാമ്പിൾ ചെക്ക് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെസ്റ്റ് ഫോർ കൺവേർജൻസ് ഓഫ് ദി ഫോളോവിങ് സീരീസ്. ഫസ്റ്റ് വൺ, സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity 2 raised to i by i raised to 8. സെക്കൻഡ് വൺ, സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1 by n factorial. തേർഡ് വൺ, സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity b raised to n by n factorial. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എന്ത് വരുന്നത്, 2 raised to i by i raised to 8 അല്ലേ. അപ്പോൾ ai plus 1 എന്ത് വരും, 2 raised to i plus 1 by i plus 1 all raised to 8 വരും. ദെൻ ലിമിറ്റ് i tending to infinity ai plus 1 by ai എന്ത് വരും, സോൾവ് ചെയ്യാം. ലിമിറ്റ് i tending to infinity 2 raised to i plus 1 by i plus 1 all raised to 8 into i raised to 8 by 2 raised to 8 വരും.
ഇപ്പോൾ ഇവിടെ 2 ഐ+1 ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 2 ഉണ്ടായിരിക്കും ബാക്കി. ഓക്കെ, അതുപോലെ ഇവിടെ I+1 all raised to 8 ഇവിടെ I⁻8 ഉണ്ട്. ദാറ്റ്സ് ഈക്വൽ നമ്മൾ I+1 all raised to 8 ആക്കി മാറ്റി. ഈ 2 എന്താന്നിട്ട് ഇവിടെ 2 I+1 നമുക്ക് എന്ത് പറ്റും 2 ആക്കി കൊടുക്കാൻ പറ്റും. ആ 2 ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് പോകും. ദെൻ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ലിമിറ്റ് I ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/1+1/I all raised to 8 ആക്കി. ഇത് ഈക്വൽ ടു 0 പോകും. ദെൻ 1/1 all raised to 8 വരും. സോ 2 into 1/8 that's equal to 2 which is less than infinity ആണ്. അല്ല സോറി, ഇവിടെ ചിഹ്നം മാറിയിട്ടുണ്ട് കേട്ടോ. 2 is less than infinity ആക്കി മാറ്റുക. കറക്റ്റ് ചെയ്യുക. 2 is less than infinity ആണ്. ഹെൻസ് ബൈ റേഷ്യോ ടെസ്റ്റ് ദ ഗിവൺ സീരീസ് ഡൈവേർജൻ്റ് ആണ്. ഓക്കെ, റേഷ്യോ ടെസ്റ്റിൽ നമുക്ക് ഇൻഫിനിറ്റിയിലല്ലേ വേണ്ടത്, ലെസ് ദാൻ 1 അല്ലേ. സോറി, ഇപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഇവിടെ ചിഹ്നമല്ല മാറ്റേണ്ടത്. ഈ ഇൻഫിനിറ്റി കാര്യം അവിടെ എന്താക്കി മാറ്റുക 1 ആക്കി മാറ്റുക. കാരണം നമ്മൾ റേഷ്യോ ടെസ്റ്റിൽ പറയുന്നത് എന്താണ്, ആ പെർട്ടിക്കുലർ ആറിനെ പറ്റിയാണ് പറയുന്നത്. ആറ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ആയിരിക്കും, ആറ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണെങ്കിൽ ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ 6 എന്താ കിട്ടിയിട്ടുള്ളത്, 6 = 2 കിട്ടി. ഓക്കെ, 6 = 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റി പകരം 1 ആക്കി മാറ്റാം. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റിൽ an എന്താണ് 1/n ഫാക്ടോറിയൽ ആണ്. 1/n ഫാക്ടോറിയൽ ആണ് an എങ്കിൽ an+1 എന്ത് വരും 1/n+1 ഫാക്ടോറിയൽ വരും. ദ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി എന്താണ് an+1/a ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും 1/n n+1 ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ ബൈ 1 വരും. മുകളിൽ n ഫാക്ടോറിയൽ ഉണ്ട്, താഴെ n+1 ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ പറഞ്ഞാൽ n വരെയുള്ള നമ്പറിൻ്റെ പ്രൊഡക്റ്റ്, n+1 ഫാക്ടോറിയൽ n+1 വരെയുള്ള നമ്പറിൻ്റെ ഫാക്ടോറിയൽ. അപ്പോൾ n വരെയുള്ള നമ്പർ എന്താണ് മുകളിലുണ്ട്, താഴെ n+1 ആണ്. അപ്പോൾ n വരെയുള്ള നമ്പർ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നമുക്ക് എന്തൊരു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n+1 വരും. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ n-ൻ്റെ സ്ഥാനം 0 ആയിട്ട് പോകും. ഓക്കെ, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n+1 എന്താണ്, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/n = 0 എന്ന റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് =0 കിട്ടും. സോ ഇതിൽ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an+1/a ആണെങ്കിൽ r എന്താണ് 0 എന്ന്. അപ്പോൾ 0 എന്താണ് ലെസ് ദാൻ 1 ആണ്. സോ റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് എന്താണ് ഗിവൺ സീരീസ് കൺവേർജൻ്റ് കിട്ടും. അതേപോലെ നമുക്ക് മൂന്നാമത്തെ ചെക്ക് ചെയ്യാൻ പറ്റും. an+1/an ലിമിറ്റ് കൊടുക്കുക. പെർട്ടിക്കുലർ r എന്താണ് ലെസ് ദാൻ 1 ആണോ ഗ്രേറ്റർ ദാൻ 1 ആണോ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണോ ചെക്ക് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു 1 ആണോ ഒക്കെ ചെക്ക് ചെയ്യുക. അതിനനുസരിച്ച് അത് കൺവേർജൻസും ഡൈവേർജൻസും നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ്, എക്സാമിൻ ദി കൺവേർജൻസ് ഓഫ് ദ സീരീസ് 1/3 + 1 × 2/3 × 5 + 1 × 2 × 3/3 × 5 × 7 + എക്സെട്ര. ഇവിടെ an എന്ത് വരിക 1 × 2 × 3 × എക്സെട്ര × n/3 × 5 × 7 × എക്സെട്ര × 2n+1 ആണ്. അതുകൊണ്ട് an+1 എന്ത് വരും, മുകളിൽ n+1 വരും, താഴെ 2n+3 വരും. സോ an+1/an എന്ത് വരും, an+1 നമ്മൾ an കൊണ്ട് ഡിവൈഡ്, ഇത് നമ്മൾ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തല തിരിഞ്ഞ് വരും. അപ്പം മുകളിൽ നോക്കാം, ഇവിടെ 2n+1 ഇവിടെ 2n+3 ഉണ്ട്. അപ്പോൾ ഇവിടെ വരെയുള്ള ക്യാൻസൽ ചെയ്യും, ഇവിടെ ക്യാൻസൽ ചെയ്യും, ഇവിടെ n വരെയുള്ള ക്യാൻസൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആകെ നമുക്ക് എന്തുണ്ടാവുക n+1/2n+1 ബാക്കി ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടും നമ്മൾ കോമൺ ആയിട്ടും ഡിനോമിനേറ്ററും n പുറത്തെടുക്കുമ്പോൾ വരും 1 + 1/n/2 + 3/n. അത് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ വന്നിട്ടും 1/2 to 1/2 ലെസ് ദാൻ 1 ആയതുകൊണ്ട് ആ സീരീസ് കൺവേർജ് ചെയ്യും റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട്. ഓക്കെ, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an+1/an = 1/2 എന്ന് ദിസ് ഈസ് ലെസ് ദാൻ ആയതുകൊണ്ട് 1 ആയതുകൊണ്ട് റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് ആ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ദെൻ ഒരു റിമാർക്ക് വരുന്നുണ്ട്, ഇഫ് മോഡ് an+1/an ഈസ് ലെസ് ദാൻ ആർ ലെസ് ദാൻ 1. അതായത് r എന്ന സ്ഥാനം എന്താണ്, ഈ മോഡ് an+1/anൻ്റെയും 1ൻ്റെയും ഇടയിലാണ് എങ്കിൽ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ N, then the error made in approximating summation n = 1 to infinity an by summation n = 1 to capital N an is less than or equal to mod an into r by 1 - r. അതിൻ്റെ എറർ എന്നാൽ ഇതിനേക്കാളും ചെറുതായിരിക്കും. സോ ദെൻ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി എറർ ഇൻ അപ്രോക്സിമേറ്റിംഗ് സമ്മേഷൻ 1/n ഫാക്ടോറിയൽ ബൈ ഇറ്റ്സ് ഫോർത്ത് പാർഷ്യൽ സം സമ്മേഷൻ n = 1 to 4 1/n ഫാക്ടോറിയൽ. ഹിയർ an എന്താണ് 1/n ഫാക്ടോറിയൽ ആണ്. അപ്പോൾ an+1 എന്ത് വരും 1/n+1 ഫാക്ടോറിയൽ വരും. സോ മോഡ് an+1/an = 1/n+1 വരും. അതെന്താണ്, അത് 1/5 ചെറുതാണ്. നമ്മൾ 1/5 എടുക്കാൻ കാരണം എന്താണ്, നമ്മൾക്ക് n = 1 to 4 എടുക്കേണ്ടത്. സോ ഇത് എന്ത് വരും, ദിസ് ഈക്വൽ ടു നമ്മൾ വിച്ച് ഇസ് ലെസ് ദാൻ 1/5 ആണ്. നമ്മൾ r എന്താക്കിയിരിക്കുക 1/5 ആയിട്ട് ചൂസ് ചെയ്തു. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 4 ഈക്വൽ ടു ക്യാപിറ്റൽ N. Hence the error made by in approximating summation n = 1 to infinity 1/n factorial by its fourth partial sum എന്ത് വരും, summation n = 1 to 4 1/n factorial is given by e is less than or equal to mod a4 into r by 1 - r. r നമ്മൾ ചൂസ് ചെയ്തത് 1/5 ആണ്. a4 എന്തായിരുന്നു 1/4 ഫാക്ടോറിയൽ.
that is 1 by 4 factorial into 1 by 5 by 1 by minus 1 by, sorry, 1 minus 1 by 5. That's equal to 1 by 4 factorial into 1 by 5. That's equal to, sorry, 1 by 5 into 5 by 4. That's equal to 1 by 96, which is less than 0.0105. ഓക്കെ, അപ്പോൾ എറർ എന്തായിരിക്കും ഇതിനേക്കാളും താഴെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് നമുക്ക് അടുത്തൊരു ടെസ്റ്റാണ് കൺവെർജൻസ് ചെക്ക് ചെയ്യാനുള്ള ദ റൂട്ട് ടെസ്റ്റ്. ഓക്കെ, let summation a and b an infinite series and suppose that limit n tending to infinity nth root. ഓക്കെ, അപ്പോൾ ഇതെന്താ വയ്ക്കുക, nth റൂട്ട്, സ്ക്വയർ റൂട്ടാണ് സാധാ റൂട്ട്, അപ്പോൾ nth റൂട്ട് ഓഫ് മോഡ് a n ഈക്വൽ ടു r. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള സീരീസിൻ്റെ nth ടേം എടുക്കുക, അതിൻ്റെ മോഡുലസിൻ്റെ nth റൂട്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ r ആണ്. ആ r ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ഡൈവേർജ് ആയിരിക്കും, ഈക്വൽ ടു 1 ആണെങ്കിൽ ഇൻകൺക്ലൂസീവ് ആയിരിക്കും. അപ്പോൾ ഇൻകൺക്ലൂസീവ് ആണെന്ന് എഴുതിയിട്ട് നമ്മൾ ആ ടെസ്റ്റ് വിടാൻ, സോറി, ആ സീരീസ് നമ്മൾ വിടാൻ പാടില്ല, നമ്മൾ വേറെ ഏതെങ്കിലും ടെസ്റ്റ് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു റിമാർക്ക്, when r equal to 1 the above test is inconclusive and the series may converge or diverge. അപ്പോൾ നമ്മൾ പറഞ്ഞു റൂട്ട് ടെസ്റ്റ് എന്താണ്, r 1 ആകുമ്പോൾ അത് ഡൈവേർജോ കൺവേർജോ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആണ്, കൺസിഡർ ദ സീരീസ് 1 plus 1 by 2 plus 1 by 3 plus etc 1 by n plus etc and 1 plus 1 by 2 square plus 1 by 3 square plus etc plus 1 by n square plus etc. ഫസ്റ്റ് സീരീസ് എന്താണ്, പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 1 ആണ്, അതുകൊണ്ട് എന്നാൽ ഡൈവേർജ് ആയിരിക്കും. സെക്കൻഡ് സീരീസ് ഒരു പി സീരീസ് വിത്ത് പി ഈക്വൽ ടു 2 ആണ്, അതുകൊണ്ട് ഇത് കൺവേർജൻ്റ് ആയിരിക്കും. പക്ഷേ രണ്ടിൻ്റെയും r നമ്മൾ നോക്കാം. r1 ഈക്വൽ ടു നമ്മൾ എന്തിൻ്റെ എടുക്കുക, ഫസ്റ്റ് സീരീസിന് എടുക്കുക, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് a n. മോഡ് a n, അതായത് ഫസ്റ്റ് സീരീസിൻ്റെ a n എന്താണ് 1 by n ആണ്, അതിൻ്റെ nth റൂട്ട് എന്നാൽ എന്ത് വരും, 1 by n ഓൾ റേസ്റ്റ് 1 by n ഈക്വൽ ടു എന്ത് വരും, 1 വരും. സോ ഇവിടെ r1 ഈക്വൽ ടു 1 ആണ്, പക്ഷേ ആ സീരീസ് നമ്മൾ പവർ സീരീസ് പി സീരീസ് വെച്ചിട്ട് എന്താണ് അത് ഡൈവേർജൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. r2 സെക്കൻഡ് സീരീസിലെ r2 എന്താ വരുന്നത്, സോറി, r എന്താ വരുന്നത്, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് a n എന്ത് വരും, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n സ്ക്വയർ ഓൾ റേസ്റ്റ് 1 by n. നമ്മൾക്ക് 1 by n ഉള്ളിലേക്ക് എടുത്തിട്ട് സ്ക്വയർ നമ്മൾ പുറത്തിലേക്ക് മാറ്റി, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n റേസ്റ്റ് 1 by n ഓൾ സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന്. രണ്ട് സീരീസിലും എന്താണ് r 1 ആണ് കിട്ടിയിട്ടുള്ളത്, പക്ഷേ നമ്മളത് പി സീരീസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും നമ്മൾ ചെക്ക് ചെയ്തു. അപ്പോൾ റേഷ്യോ ടെസ്റ്റിലും റൂട്ട് ടെസ്റ്റിലും എന്താണ് ആ പെർട്ടിക്കുലർ ആറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അത് r ഇൻകൺക്ലൂസീവ് ആണോ അല്ലയോ നമ്മൾ നോക്കാം, കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് നോക്കുക. r ഈക്വൽ ടു രണ്ടിലും 1 വെച്ചാണ് പറയുന്നത് അല്ലേ, അപ്പോൾ അവിടുത്തെ കൺവേർജൻസും ഡൈവേർജൻസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടെസ്റ്റ് ദി കൺവേർജൻസ് ഓഫ് ദി ഫോളോവിങ് സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്, സമ്മേഷൻ ഈക്വൽ ടു 1 to infinity 1 by n സ്ക്വയർ. സെക്കൻഡ് വൺ സമ്മേഷൻ ഈക്വൽ ടു 1 to infinity 2 raised to n by n സ്ക്വയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ an എന്താണ് 1 by n raised to n ആണ് അല്ലേ, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇതിന് അതിൻ്റെ nth റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുക. ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് n എന്ത് വരും, ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n raised to n ഓൾ റേസ്റ്റ് 1 by n. അപ്പോൾ nth റൂട്ട് എടുക്കുമ്പോൾ 1 by n ആയിട്ട് മാറുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 0. 0 ആണ്, r ഈക്വൽ ടു 0 വന്നത്, ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആണ്. സോ റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് എന്താണ് ആ സീരീസ് കൺവേർജ് ആയിരിക്കും. സെക്കൻഡ് ഇതിൻ്റെ അതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. n ഈക്വൽ ടു എന്താണ് 2 raised to n by n raised n സ്ക്വയർ ആണ്, അതിൻ്റെ nth റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ തരും 2 raised to n by n സ്ക്വയറിൻ്റെ nth റൂട്ട് എന്ത് 2 raised to n നമ്മൾ 1 by n ഡിവൈഡ് ചെയ്യുമ്പോൾ, സോറി, അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2 വരും. ഇതിൻ്റെ നമുക്ക് എന്ത് വരും, n raised to 2 by n വരും. സോ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2 by n raised to 1 by n ഓൾ റേസ്റ്റ് n. ഈ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ 1 ആയിട്ട് മാറും, ദാറ്റ്സ് ഈക്വൽ ടു 2 by 1 വരും, ദാറ്റ്സ് ഈക്വൽ ടു 2. 2 എന്താണ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള r എന്താണ് 2 കിട്ടി. അപ്പോൾ r ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. 1നേക്കാളും വലിയൊരു നമ്പർ ആയതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ പറ്റും, ആ സീരീസ് ഡൈവേർജസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത് റേഷ്യോ ടെസ്റ്റും അതുപോലെ തന്നെ റൂട്ട് ടെസ്റ്റ് ആണ്. ഓക്കെ, രണ്ടിലും എന്താണ് ഒരു പെർട്ടിക്കുലർ നമ്പറിന് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, r എന്ന് പറഞ്ഞിട്ട് നമ്പറിന് വെച്ചിട്ടാണ് അതിൻ്റെ കൺവേർജൻസും ഡൈവേർജൻസും നമ്മൾ പറയുന്നത്. ഓക്കെ.